അങ്ങനെ കപ്പ് ഒരു സിനിമ എന്നതിലുപരിയായിട്ടൊരു ഭയങ്കര ഞങ്ങളുടെ ഒരു ഇമോഷൻ പരിപാടിയിലേക്ക് ആ സിനിമ മാറി. ഈ ഷട്ടിൽ കോക്ക് ഇല്ലേ, അതിന്റെ വെയിറ്റ് എത്രയാണെന്ന് അറിയാം? എനിക്കറിയില്ല. ഷട്ടിൽ ബാറ്റിന്റെ വെയിറ്റ് അറിയാം? ഇല്ല, എനിക്കിതൊന്നും അറിയില്ല. ഇത്രയും മതി. നിങ്ങളെ ഇനിയും കൂടുതൽ കുഴപ്പമില്ല. ഇനി ഞാൻ ഒന്നേന്ന് പഠിച്ചു വന്നിരിക്കാനായിട്ട്. മരണശേഷവും പറക്കാൻ ആഗ്രഹിക്കാത്ത ചിറക് അല്ല, മരണശേഷവും പറക്കാൻ ആഗ്രഹിക്കുന്ന തൂവലുകളാണ് പക്ഷിച്ചിറകുകളാണ് ഷട്ടിൽ കോക്കുകൾ. മൃണാളിനിയുടെ മൃഗാണ് പാട്. ചിലർ എന്നിട്ട് മൃണു എന്ന് വിളിക്കുന്നവരുണ്ട്. അതെ, എന്നോട് എളുപ്പത്തിന് എന്താ വിളിക്കാന്ന് ചോദിച്ചാൽ മൃണു. ആ ബെസ്റ്റ്. ആ മൃഗ പറയാൻ വയ്യാത്തോണ്ടാണ് എളുപ്പപ്പേര്. ശരിക്കും പറഞ്ഞാൽ സ്ക്രിപ്റ്റിൽ കോമഡി ഉണ്ടായില്ല. എല്ലാം ഞാൻ തന്നെ കോമഡി അങ്ങനല്ല. അയ്യോ ജാടവിട്ട് ജാടവിട്ട്. ഹായ്, ഹലോ. സിനിമാ ഭ്രാന്തനിൽ ഇന്ന് കൂടെ ഉള്ളത് മൃണാളിനി ആൻഡ് കാർത്തിക് വിഷ്ണു. ഹലോ, വെൽക്കം ടു സിനിമാ ഭ്രാന്തൻ. താങ്ക് യു. ജാടവിട്ട് ജാടവിട്ട്. അപ്പൊ കപ്പിന്റെ വിശേഷങ്ങളായിട്ടാണ്. കപ്പ് അങ്ങനെ ഫൈനലി റിലീസ് ആയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് റെസ്പോൺസ് ഒക്കെ? കൊള്ളാം, കുഴപ്പമില്ല. പല റെസ്പോൺസ് വരുന്നുണ്ട്. കുറേ പേർക്ക് ഇഷ്ടമായി എന്ന് പറയുന്നുണ്ട്, കുറേ പേര് ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. ബട്ട് ഓവറോൾ നല്ല പോസിറ്റീവ് ആണ്. ഫാമിലി ഓഡിയൻസിന്റെ ഏതാണ് നമുക്ക് ഏറ്റവും നല്ലൊരു റിവ്യൂ കിട്ടുന്നത്? കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഫാമിലി ഓഡിയൻസിനാണോ? കാർത്തിക് ഇപ്പൊ ഇതിന്റെ ത്രൂ ഔട്ട് ഉണ്ട്. മാത്യുവിന്റെ ഫ്രണ്ടായിട്ട്, ബേസിലേന്റെ അനിയനായിട്ട്. ബേസിലേന് ഇതിൽ അധികം കോമഡി ഇല്ല. സ്കോർ ചെയ്തിരിക്കുന്ന ഫുള്ള് കാർത്തിക്കാണ്. ഈ കോമഡി എലമെന്റ് ഒക്കെ എങ്ങനെയായിരുന്നു വർക്കൗട്ട് ചെയ്തിരുന്നത്? അത് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ്. ഇപ്പോൾ മാത്യു ആയാലും തണ്ണീർമത്തൻ അടക്കമുള്ള പടങ്ങളിൽ കോമഡി സാധനങ്ങൾ ചെയ്ത് ഫലിപ്പിച്ചിട്ടുള്ളതാണ്. ബേസിലായിട്ടും അങ്ങനെ തന്നെ. അപ്പോൾ കപ്പ് കാണുമ്പോൾ എന്തായാലും ആൾക്കാർ ബേസിൽ മാത്യു കോമ്പോലുള്ള ഒരു കോമഡി പടം പ്രതീക്ഷയായിരിക്കും വരിക. നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യണം എന്നുള്ളൊരു സാധനം. അത് ഭയങ്കര ടെൻഷനായിരുന്നു. എന്നെ കൊണ്ട് പറ്റാതെ ഇതിൽ നാച്ചുറലായിട്ട് വന്ന് എന്തെങ്കിലും കോമഡി, നമ്മളെപ്പോഴും സ്ക്രിപ്റ്റിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് കോമഡി വർക്കൗട്ട് ആവില്ലല്ലോ. അതുപോലെ നാച്ചുറലായിട്ട് വന്ന് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സീൻ ഉണ്ടായിരുന്നോ? മൊത്തം എക്സാക്ട് സ്ക്രിപ്റ്റിലുള്ള സാധനങ്ങളല്ല കപ്പിലുള്ളത്. എല്ലാം നാച്ചുറൽ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ സ്ക്രിപ്റ്റിൽ കോമഡി ഉണ്ടായില്ല. എല്ലാം ഞാൻ തന്നെ കോമഡി അങ്ങനല്ല. അയ്യോ ചുമ്മാ. സ്ക്രിപ്റ്റിൽ നല്ല പാക്ക് ചെയ്തിട്ടുള്ള പരിപാടിയായിരുന്നു. ഡയലോഗ്സ്, ബിനീഷിന്റെ ക്യാരക്ടർ പക്ക ഫൺ പരിപാടി തന്നെയായിരുന്നു. പിന്നെ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ എന്തെങ്കിലും എനിക്കൊരു പെർട്ടിക്കുലർ സീനായിട്ട് എടുത്ത് പറയാനായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ ചെറിയ മാനർസും പരിപാടിയൊക്കെ ഉണ്ട്. പെട്ടെന്ന് പറയുമ്പോൾ ഓർമ്മ തന്നെ അതാ. അങ്ങനെ അതും ഞാൻ ഇങ്ങനെ പറയാം. അതെങ്ങനെ? മാത്യുവിന്റെ ചേച്ചി ഗീതു ചായ എടുക്കട്ടെ? ചായ ഉണ്ടോ? ചായ ഇല്ല. അപ്പൊ എന്നോട് ഒരു ദിവസം മൃണാളിനെ ഇങ്ങനെ പറഞ്ഞായിരുന്നു, മാത്യു ശരിക്കും സ്വന്തം അനിയനെ പോലെ ഇടയ്ക്ക് തോന്നാറുണ്ട് എന്നൊക്കെ. അതെങ്ങനെയായിരുന്നു ആ ഇമോഷൻ വർക്കൗട്ട് ആയതൊക്കെ? അത് ഞങ്ങൾ അങ്ങനെ ഒരുപാട് സംസാരിക്കൽ അങ്ങനൊന്നും ഇല്ലായിരുന്നു. സെറ്റിൽ വെച്ച് ജസ്റ്റ് കാണുമ്പോൾ ഒക്കെ ഇങ്ങനെ കളിയാക്കും എന്തെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കൊന്നും ഞാൻ ഷൂട്ട് കഴിഞ്ഞ് ഇതിൻ്റെ ലൈക്ക് നമ്മൾ കട്ട് ചെയ്ത സമയത്തൊക്കെ കാണുമല്ലോ വിഷ്വൽസ്, അങ്ങനെ കണ്ടപ്പോൾ എനിക്കിങ്ങനെ തോന്നിയ ശരിക്കും എൻ്റെ അനിയൻ അങ്ങനെ എനിക്കെന്തോ മൈൻഡിൽ അങ്ങനെ തോന്നും. ഇപ്പോഴും എനിക്ക് കാണുമ്പോൾ അങ്ങനെ. അത് റിയൽ ലൈഫിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടല്ല, പക്ഷെ എന്തോ അങ്ങനെ ഒരു ഫീൽ ഉണ്ട്. അനിയനായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നൊക്കെയാണ്. എന്തോ എനിക്ക് കാണുമ്പോൾ ഒരു ഞങ്ങള് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഷൂട്ട് ചെയ്യുന്ന സമയത്തും നമ്മൾക്ക് സഞ്ജു ചേട്ടൻ ഇങ്ങനെ ഇമോഷണൽ സീൻസ് ഷൂട്ട് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ട് തരുമായിരുന്നു. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. നമുക്ക് ചെയ്യാനും കുറച്ചുകൂടി ഈസി ആയിരുന്നു. അപ്പൊ ഒരു ഫീല് മ്യൂസിക് ആണല്ലോ ഒരു സംഭവത്തിനെ അപ്പ് ചെയ്യുന്ന പരിപാടി. അപ്പോൾ അങ്ങനെ കാണുമ്പോഴും അത് കുറച്ചുകൂടി ഫീലായി. ഇതിന്റെ റിലീസ് കുറച്ചധികം ഡിലേ ആയിട്ടുണ്ടായിരുന്നല്ലോ. നിങ്ങളപ്പോ ഇങ്ങനെ കുറെ നാള് വെയിറ്റ് ചെയ്തു. ആ ഒരു വെയിറ്റ് ചെയ്ത ടൈം, ആ ഒരു മൊമെന്റ് ഒക്കെ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു? അതൊരു വലിയ കഥയാണ്. വലിയ കഥ എന്നാലും ചുരുക്കി പറയാം. പക്ഷെ അതുകൊണ്ടുണ്ടായിട്ടുള്ള നല്ല കാര്യങ്ങൾ ഞാൻ പറയാം. നമുക്ക് കുറച്ചും കൂടെ ഒരു ഈ പടത്തിനോട് അവസാനം വരെ സഹകരിച്ച് നിന്ന ആൾക്കാർ, അതായത് പേഴ്സണലുള്ള കാര്യങ്ങൾ, ക്രിയേറ്റീവായിട്ടുള്ള അങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മറന്നിട്ട് സിനിമയോട് കൂടി സഹകരിച്ച് ലാസ്റ്റ് വരെ നിന്നിട്ടുള്ള കുറച്ച് ആൾക്കാർ ഉണ്ട്. ഞങ്ങൾ തമ്മിൽ നല്ല ബോണ്ടായി. ഇപ്പം എന്നെ അമ്മനെ പോലെ, മൃണാളിനെ പോലെ, അങ്ങനെ നമ്മൾ തമ്മിൽ ഓരോരുത്തരും തമ്മിൽ അങ്ങനത്തെ ഒരു കണക്ഷൻ ഉണ്ട്. അങ്ങനെ കപ്പ് ഒരു സിനിമ എന്നതിലുപരിയായിട്ടൊരു ഭയങ്കര ഞങ്ങളുടെ ഒരു ഇമോഷൻ പരിപാടിയിലേക്ക് ആ സിനിമ മാറി. ഒരു സാധാരണ സിനിമ ഇറക്കുന്നൊരു സാധനമല്ല. അപ്പോൾ ഈ ഇത്രയും കാലത്തിൻ്റെ ഗ്യാപ്പിൽ സംഭവിച്ചത് അതാണ്. സിനിമയ്ക്ക് അത് ബെനിഫിറ്റ് ആകില്ലായിരിക്കും, പക്ഷെ നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഒരു സിനിമ ഇപ്പോൾ ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമകൾ ചെയ്തിട്ട് നമ്മൾ ആ വഴിക്ക് പോകുന്ന പോലെ
ഒരു പടം ചെയ്തു, ആ കോണ്ടാക്ട്സ് കുറച്ചു നേരം നിൽക്കും, പിന്നെ അത് പോകും, അങ്ങനെ നിന്നേനെ. ഇന്നലെ തന്നെ പടം ഇന്നലെ അല്ലേ റിലീസായ. എനിക്ക് രാവിലെ എഴുന്നേറ്റ പോലെ എനിക്ക് ഇനി നമ്മളൊരു ഇതൊരു ഫെയർവെൽ പോലെയാണല്ലോ പടം ഇറങ്ങുന്നത്. പടം ഇറങ്ങുന്ന സന്തോഷമുണ്ട്, വെയിറ്റ് ചെയ്തിട്ട് പടം ഇറങ്ങണേ. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു കാണുന്ന പരിപാടി നമുക്ക് കാണാനായിട്ടൊരു കോമൺ റീസൺ ഇല്ല. അപ്പൊ അങ്ങനത്തെ കാരണം ഞങ്ങൾ എപ്പോഴും കാണുമ്പോൾ ഇതേ ഉള്ളൂ സംസാരിക്കുക. ഈ കഴിഞ്ഞ ഇത്രയും നാളായിട്ട് നമ്മൾ എപ്പോഴും വിളിക്കും, ഞങ്ങൾ കോൺഫറൻസ് കോൾ ഇടും, അത് നമ്മുടെ മെയിൻ പരിപാടിയാണ്. സഞ്ജയനാളും ഞങ്ങൾ എപ്പോഴും ഇത് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്രയും നാളായിട്ട് ഞങ്ങൾക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ ഒരു മടുപ്പ് തോന്നിയിട്ടില്ല. കാരണം ഓരോ ദിവസം എന്നായിരിക്കും വരുന്നത്, എന്നാ നമ്മൾ കാണുന്നത്, അങ്ങനത്തെ ഒരു ഇതാണ്. ഒരു വല്ലാത്ത ഇമോഷനാണ്. അങ്ങനെ അടുത്ത നിങ്ങൾ ഒരുമിച്ചുള്ള അടുത്ത സിനിമകളൊക്കെ നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഇടയ്ക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, നടക്കില്ല. ഞങ്ങൾ പ്ലാൻ ചെയ്ത ഞാൻ ഇവരോട് പറയാം, ഒരു കഥ എഴുതണം. ആക്ച്വലി ഡയറക്ഷൻ ഇഷ്ടമുള്ള ആളാണ്. അത് ചോദിക്കാൻ വന്ന ഡയറക്ഷനിൽ നിന്ന് തുടങ്ങിയാണല്ലോ ആക്ടിങ്ങിലോട്ട് എത്തിയത്. അപ്പൊ അടുത്തിനി ഡയറക്ഷൻ പരിപാടി നോക്കുന്നില്ലേ? ഒന്ന് ആക്ടിങ് എന്തെങ്കിലും ഒന്ന് സെറ്റായിട്ട് അങ്ങനെ. ഇപ്പൊ രണ്ടും കൂടി ചെയ്തപ്പോൾ രണ്ടും ഇല്ലാണ്ടായിപ്പോ. ഇപ്പൊ ബേസിലിന്റെ പോലത്തെ ഒരു പാതയും കൊണ്ട് പിന്തുടരാനാണോ? അതെ അതെ, രണ്ടും കൊണ്ടോ? അപ്പൊ ഞാൻ ചോദിട്ടെ, ഇതിപ്പോ ഒരു ബാഡ്മിന്റൺ റിലേറ്റ് ചെയ്തിട്ടുള്ള സിനിമ ആയിട്ട് തന്നെ ബാഡ്മിന്റണെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? അതിനെ കുറച്ച് റൂൾസ് ഉണ്ട്, നിയമങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അറിയോ? ചോദ്യം ചോദിക്കാൻ വേണോ? ചോദ്യമായിട്ട് ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് എന്തൊക്കെ അറിയാന്നുള്ള സാധനം. ഇപ്പൊ സിംഗിൾ കളിക്കുന്ന ഡബിൾ കളിക്കുന്ന തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ ഉണ്ടല്ലോ. കോർട്ടിലെ ഒരു സീനിൽ നിങ്ങൾ രണ്ടുപേരും ആ കോർട്ടിലുണ്ട്. അപ്പൊ പിന്നെ എന്തായാലും ആ ഷൂട്ടിംഗ് സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അത് നേരത്തെ പറഞ്ഞോന്ന് ഓർത്തെടുത്ത് നോക്കും, കുറച്ച് കാലം എന്നാലും ഞാൻ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നി എടുത്തു വെച്ചിട്ടുണ്ടോ എന്തെങ്കിലും. അത്ര ഗാലറി ഇരുന്ന് കൈയടിച്ചാ മതിയായിരുന്നല്ലോ, അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് അല്ലേ ഒന്നുമില്ല. നീ അറിയണം അല്ലെ? അല്ല, ഒന്ന് ചെയ്യാം. ഈ ബാഡ്മിന്റൺ കോമ്പറ്റീഷന് ചെല്ലുമ്പോഴത്തേക്കിന് എത്ര റൗണ്ട് ആയിരിക്കും ഉണ്ടാവുക? 3. സ്കോർ, അതിന്റെ ഒരു സ്കോർ കീപ്പ് ചെയ്യണമല്ലോ, അത് എത്രയായിരിക്കും? എത്ര സ്കോറിനായിരിക്കും ഓരോ? ലാസ്റ്റ് റൗണ്ട് വരുമ്പോ വീണ്ടും അത് ചേഞ്ച് ആവുന്നുണ്ട്. കോർട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞ് തേർഡ് റൗണ്ടിലെത്തി കോർട്ട് ചേഞ്ച് ആകുമ്പോൾ വീണ്ടും സ്കോർ പോയിന്റ് കീപ്പ് ചെയ്യേണ്ടത് ഏത് ലിമിറ്റിലാ? 12 ആണോ? അതറിയില്ല. അല്ല 24. എനിക്ക് ഓർമ്മയില്ല. 12 പറഞ്ഞായിരുന്നു, എന്റെ അടുത്ത് എത്തിയായിരുന്നു. ഇതുപോലെ തന്നെ ഈ ഷട്ടിൽ കോക്ക് ഇല്ലേ, അതിന്റെ വെയിറ്റ് എത്രയാന്ന് അറിയാം? എനിക്കറിയില്ല. എനിക്കറിയോ? നിങ്ങക്ക് പ്രാക്ടീസ് ഒക്കെ ഉണ്ടായിരുന്നല്ലേ? അപ്പൊ ബാഡ്മിന്റൺ സീനും ഉണ്ടായിരുന്നല്ലോ. അപ്പൊ എന്തായാലും കൈ പിടിച്ച് തൂക്കി നോക്കും. ഇങ്ങനൊക്കെ അവസ്ഥ വരും. നോക്കാം എത്രയായിരിക്കും ഒന്ന് ഗസ് ചെയ്ത് നോക്കിയാ. അവൾക്കൊന്നും ഇല്ലായിരുന്നു. അതെ എനിക്ക് അതായിട്ടൊരു ചായയുടെ ഒരു സ്റ്റോറി ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അത് ഇവിടെ പറയണ്ട. അതിന്റെ വെയിറ്റ് 4.75 ഗ്രാം മുതൽ 5.50 ഗ്രാം വരെ. എന്തുകൊണ്ടാ ഇത് ഉണ്ടാക്കുന്നറിയില്ലേ? ഷട്ടിൽ കോക്ക് ഉണ്ടാക്കുന്നത് സിനിമയിൽ തന്നെ അങ്ങനെ ഒരു സാധനം പറയുന്നുണ്ടല്ലോ. അതെ, പറക്കാൻ ആഗ്രഹിക്കുന്ന മരണശേഷവും പറക്കാൻ ആഗ്രഹിക്കുന്ന മരണശേഷവും പറക്കാൻ ആഗ്രഹിക്കുന്ന പക്ഷിച്ചിറകുകളാണ് ഷട്ടിൽ കോക്കുകൾ. ഈ തൂവലുകൊണ്ട് ഉണ്ടാക്കിയ കോക്ക് പെട്ടെന്ന് പൊട്ടുന്നുണ്ട്. വേറൊരു സാധനം വെച്ചിട്ടും ഈ ഷട്ടിൽ കോക്ക് ഉണ്ടാക്കാറുണ്ട്. അതെന്ത് സാധനം? പ്ലാസ്റ്റിക്. അതിന് എന്താണെന്ന് കറക്റ്റ് ഒരു ഇത് പറയല്ലോ. പ്ലാസ്റ്റിക് തന്നെ ആണ്. അതെ, അത് സിന്തറ്റിക് ഷട്ടിൽ എന്നാണ് അതിനെ ആക്ച്വലി പറയാ. ഷട്ടിൽ ബാറ്റിന്റെ വെയിറ്റ്, ഷട്ടിൽ ബാറ്റിന്റെ വെയിറ്റ് അറിയോ? ഇല്ല, എനിക്കിതൊന്നും പല വെയിറ്റ് ഉണ്ടാവുമായിരിക്കുമല്ലോ. ഏതാ? ശരിയാ, പല വെയിറ്റിലുള്ള ബാറ്റ്. പ്രത്യേകിച്ചും കോമ്പറ്റീഷൻ ഒക്കെ യൂസ് ചെയ്യുന്ന ബാറ്റിന് ഒരു ഇത്ര വെയിറ്റേ പാടുള്ളൂ എന്നൊക്കെ ഉണ്ട്. ആണോ? ഓക്കെ. എത്ര? 70 മുതൽ 95 ഗ്രാം വരെ. കഴിഞ്ഞിട്ടില്ല. ഇത്ര മതി. നിങ്ങളെ ഇനിയും കൂടുതൽ കുഴപ്പമില്ല. ഇനി ഞാൻ ഒന്നേന്ന് പഠിച്ചു വേണം ചോദിക്കാനായിട്ട്. കാർത്തിക് എന്തായാലും ഷട്ടിലിന്റെ ഇത് മൃണാളിനി എന്നുള്ള പേര് ഞാൻ കേട്ട് ശീലമുള്ള, എന്നാലും കാണാൻ ആഗ്രഹിക്കുന്ന ഈ മൃണാളിനി എന്നുള്ള പേര് എല്ലാരും എന്തായിരിക്കും വിളിക്കുക? എന്നെ വിളിക്കുന്ന
അത് കുറെ പേര് ഇവര് വിളിക്കുന്ന അമ്മൂന്ന, അതായത് ഇവരെല്ലാരും സിനിമയിലല്ലേ. പിന്നെ ചില സുഹൃത്തുക്കൾ അതേതാണ് പേര്? നളിനി. നളിനി എന്നെ കൊണ്ട് തന്നെ പറയും അല്ലേ? അത് ജ്യോതിഷ ഞാൻ നളിനി എന്നാണ് വിളിക്കുന്നത്. അതല്ല, അത് ആരാദ്യം നമ്മളൊക്കെ തന്നെയാണ് ആദ്യം ഇട്ടെന്ന് തോന്നുന്നു. ഇവരത് വിളിച്ചു, ഞങ്ങളൊക്കെ തന്നെയാണ് ആദ്യം ഇട്ടത്. എന്നിട്ട് അവിടെ നിന്ന് അത് കണ്ടിന്യൂ ചെയ്തു. പക്ഷെ ഈ മൃണാളിനിയുടെ മൃഗാണ് പാട്. ചിലർ എന്നിട്ട് മൃണു എന്ന് വിളിക്കുന്നവരുണ്ട്. അതെ, എന്നോട് എളുപ്പത്തിന് എന്താ വിളിക്കണം ചെയ്യുമ്പോൾ മൃണു. ആ ബെസ്റ്റ്, ആ മൃഗ പറയാൻ വയ്യാത്തോണ്ടാണ് എളുപ്പ പേര്. ഓക്കെ, അപ്പം ഇനി കപ്പ് കഴിഞ്ഞിട്ട് അടുത്ത സിനിമകൾ ഏതെങ്കിലും ലിസ്റ്റിലുണ്ടോ? ഹോട്ട്സ്റ്റാറിന്റെ ഒരു സീരീസ് റിലീസ് ആവാനുണ്ട്, ആണല്ലി എന്ന് പറഞ്ഞിട്ട്, ഡയറക്ട് ചെയ്യുന്നത്. അതുണ്ട്. പിന്നെ ഷൈൻ ടോം ജാക്കോന്റെ ചാട്ടുള്ളി എന്ന് പറഞ്ഞിട്ട് പടമുണ്ട്, ചെസ്സിന്റെ ഡയറക്ടർ ചെയ്യുന്നത്. 2 ഉണ്ട്. നളിനിക്കോ? നളിനിക്കൊന്നും ആയിട്ടില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഒരു സംസാരമൊക്കെ വന്നിട്ടുള്ളൂ, ഒന്നും പറയാറായിട്ടില്ല. പക്ഷെ നളിനിയുടെ ഇപ്പൊ കുറേ സിനിമകൾ, കുറേ എന്നല്ല കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം 18-ാം പടി, ഒരു സിനിമാക്കാരൻ, അതുപോലെ ചെയ്തോന്ന് ചോദിച്ചാ ചെയ്ത്. പക്ഷെ ഒരു സ്ട്രഗ്ലിങ് ആക്ടറാണ്. സിനിമയിലോട്ട് വരാൻ വേണ്ടിയിട്ട് എനിക്കറിയാവുന്ന കാലം തൊട്ട് ഇന്ന് വരെയും സിനിമ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പം ഈ ഒരു സിനിമയോടുള്ള പാഷനും എന്തുകൊണ്ടാണ് ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ തീരുമാനിച്ചതൊക്കെ? അത് അതിൽ നിന്ന് കിട്ടുന്ന ഹാപ്പിനെസ്. അത് ഏതോ സമയത്ത്, അങ്ങനെയല്ല, സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ നമ്മളിങ്ങനെ ഓരോ പരിപാടിക്ക് പെർഫോം ചെയ്യുമ്പോൾ, സ്കിറ്റ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു സന്തോഷം, അപ്രിസിയേഷൻ, അങ്ങനെ തുടങ്ങിയപ്പോൾ ഓക്കെ ഇത് കൊള്ളാലോ എന്ന് തോന്നി. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ നല്ല എന്ന് പറയുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് കിട്ടും. പിന്നെ സിനിമകൾ ഒരുപാട് കാണുമായിരുന്നു. അപ്പോൾ അവരിങ്ങനെ പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ, ബിഗ് സ്ക്രീനിൽ കാണുമ്പം ഇങ്ങനെ കൊതി തോന്നും, ഇങ്ങനെയൊക്കെ ചെയ്താൽ കൊള്ളായിരുന്നു. പക്ഷെ അത് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല, സിനിമയായിട്ട് ബന്ധപ്പെട്ട ആരും തന്നെ ഇല്ല. ഞാൻ പിന്നെ നിയോ ഫിലിം സ്കൂളിൽ ഡബ്ബിംഗ് കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് സിനിമയായിട്ട് ബന്ധപ്പെട്ടവരായിട്ടുള്ള ഒരു സംസാരവും കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ തുടങ്ങിയതാണ്. ഷോർട്ട് ഫിലിംസ് ചെയ്താണ് തുടങ്ങിയത്. ഒരുപാട് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി. അങ്ങനെയാണ്. സിനിമാ ബന്ധങ്ങൾ ഒരുപാടുണ്ട്, പക്ഷെ ഇപ്പോഴും എന്താ ആഗ്രഹിച്ച ഒരു രീതിയിലോട്ട് എത്താൻ പറ്റുന്നില്ല എന്നൊക്കെ ഇടയ്ക്ക് തോന്നാറുണ്ടോ? ഇടയ്ക്ക് ഭയങ്കര ഡൗൺ ആവും. നമ്മൾ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എന്തൊക്കെയോ സിനിമയുടെ ഭാഗമായിട്ടുണ്ട്, എന്നാലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക്. പക്ഷെ കപ്പാണ് ആ കാര്യത്തിൽ ഒരു ഡ്രീമിൻ്റെ ഒരു ഫസ്റ്റ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു തുടക്കം. ബിഗ് സ്ക്രീനിൽ ഇത്രയും നല്ലൊരു കുറേ ആർട്ടിസ്റ്റുകളുള്ള ഒരു കൊമേഴ്ഷ്യൽ മൂവി. അപ്പം അതിലെ ഒരു ത്രൂ ഔട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു നല്ല തുടക്കമാണ്. കാർത്തിക്കിന്റെ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് എങ്ങനെയായിരുന്നു? 2015 ആദ്യം സിനിമ ഓഡിഷൻ അങ്ങനെ പരിപാടി സ്റ്റാർട്ട് ചെയ്ത്. ഗപ്പി എനിക്ക് നല്ലൊരു തുടക്കമായിരുന്നു. ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്ത ആദ്യ സിനിമ ഗപ്പിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്രൂവിനെ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഗപ്പി കഴിയുമ്പോഴേക്കും ഒത്തിരി നല്ല ഓഫേഴ്സ് വരും, അത്രയും ക്വാളിറ്റി ഉള്ളൊരു പടമെന്ന് വിശ്വാസമുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഗപ്പി അത്ര ഇറങ്ങിയ സമയത്ത് സെറ്റായിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞതിനനുസരിച്ചുള്ള അവസരങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓഫ്കോഴ്സ് ഞാൻ ഇപ്പോഴും സിനിമ ചെയ്യുന്നത് ഗപ്പി എന്നുള്ള പേരിലായിരുന്നു ഇതുവരെ. കപ്പടക്കം ചെയ്തിട്ടുള്ളത് ഗപ്പി ചെയ്തത് എൻ്റെ ഒരു ഇതിലാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഗപ്പി പോലെ നല്ല സിനിമകളിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. പക്ഷെ ഞാൻ സിനിമകൾ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ ആരും കാണുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ എഫേർട്ട് ഗപ്പി ചെയ്ത് അത്രയും തന്നെ ഓരോ പടത്തിലിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിനിമകൾ വർക്കായതുകൊണ്ട് നമ്മുടെ പെർഫോമൻസസ് വിലയിരുത്തപ്പെടില്ല. അപ്പോൾ ആരും കാണാണ്ട് നമ്മുടെ പെർഫോമൻസുകൾ ഒരു 7-8 വർഷം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ട്രഗ്ലിംഗ് ആണ്. പിന്നെ നമുക്ക് നമ്മളെപ്പോലെ ഒരു ആക്ടറെ സംബന്ധിച്ച് നമ്മളത്ര എസ്റ്റാബ്ലിഷ്ഡ് അല്ലാത്തത് കൊണ്ടിട്ട് ഫിനാൻഷ്യലായിട്ടുള്ള സിനിമയിൽ നിന്ന് അത്ര കണ്ട വരുമാനം നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. സിനിമയിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് വേറൊരു ജോലി പരിപാടികളൊന്നും സെറ്റാവത്തുമില്ല. അപ്പോൾ നമ്മളെപ്പോലുള്ള ആക്ടേഴ്സിനെ സംബന്ധിച്ച് 8 വർഷം ഇതുപോലെ ചെറിയ പേയ്മെൻറ്റിൽ സ്ട്രഗിൾ ചെയ്ത് ഇൻഡസ്ട്രിയിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ ഒട്ടും ചെയ്യാറില്ല. പെൺകുട്ടികൾക്ക് അത് വേറൊരു തരത്തിലുള്ള സ്ട്രഗിളാണ്, ആണുങ്ങളെ സംബന്ധിച്ച് അത് വേറെ തരത്തിലാണ്. ഒരു സ്ട്രഗിൾ തന്നെയായിരുന്നു. പക്ഷേ ഞാൻ പറയുന്നത് ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു, സൂപ്പർ ഹാപ്പിയായിരുന്നു, സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം എനിക്ക് ഒരു പോയിന്റിൽ പോലും സിനിമ നിർത്തിയിട്ട് പോവാം എന്നുള്ളൊരു മൈൻഡ് വന്നിട്ടുമില്ല. ഞാൻ 17-18 പടം ചെയ്തിട്ടുണ്ട്. ആൾക്കാർ കണ്ടിട്ടൊന്നുമില്ല,
പക്ഷെ ഞാൻ എൻ്റെ ചെറുതായിരുന്നപ്പോൾ ഇതെല്ലാം ഗപ്പിക്ക് ശേഷം ചെയ്ത സിനിമകളാണ്. ഗപ്പിക്ക് ശേഷം അങ്ങനെ, പക്ഷെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ഇത് കാണാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ വേറെ. അങ്ങനെ ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ ഷൂട്ട്, ഒരു ഏഷ്യാനെറ്റിൽ സൂര്യ ടി വിയിൽ ഒരു കുട്ടിച്ചാത്തം എന്ന് പറഞ്ഞൊരു സീരിയൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷൂട്ടിന് വേണ്ടി ആൾക്കാരോട് പറഞ്ഞു. അതാണ് ആദ്യമായിട്ട് ഷൂട്ടിങ് ആണ്. അപ്പോൾ ഇങ്ങനെ മോണിറ്റർ വെക്കുമല്ലോ, മോണിറ്റർ ഷൂട്ട് നടക്കുന്നില്ല, ചുമ്മാ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് മോണിറ്റർ വെച്ച് വെക്കുക. അപ്പോൾ ചേച്ചി അതിൻ്റെ ഫ്രണ്ടിൽ കൂടി എൻ്റെ തന്നെയാണ്, ഞാൻ ഫ്രണ്ടിൽ കൂടി നടക്കാം, ഈ സ്ക്രീനിൽ നോക്കുക, ഞാൻ പോണത്. ചേച്ചി എൻ്റെ നടക്കും, ഞാൻ സ്ക്രീനിൽ നോക്കും ചേച്ചി പോണേ. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ കൂടി നടന്നു നോക്കണം, പക്ഷെ എനിക്ക് ധൈര്യമില്ല. അങ്ങനത്തെ സെറ്റപ്പാണ്. അപ്പോൾ നമ്മൾ അന്നേ പോലെ ആയിരിക്കുന്നത് എങ്ങനെയെങ്കിലും സ്ക്രീനിലൊന്ന് പാസ് ചെയ്ത് പോകുന്നത് കണ്ടിരുന്നെങ്കിൽ എന്നുള്ളതാണ് നമ്മുടെ ബേസിക്. നമ്മളെ ഒരു സാധനം തുടങ്ങുന്നത്. ഞാൻ 17 പടം ചെയ്തു, പടങ്ങൾ പൊട്ടിയാലും അതുകൊണ്ട് നമുക്ക് ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനത്തെ ഒരു സാധനം നല്ലൊരു ബ്രേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട് ആക്ച്വലി. കപ്പ അങ്ങനത്തെ ഒരു ഇതാകട്ടെ എന്നാണ് എൻ്റെ പ്രതീക്ഷയും ആഗ്രഹമൊക്കെ. അതെ, ഉറപ്പായിട്ടും. കാരണം ഇതില് അത്രയും ഒരു കോമഡി എലമെന്റ് തന്നിട്ടുള്ളത് കാർത്തിക്കിന്റെ ഒരു കഥാപാത്രം തന്നെയാണല്ലോ. ഈ ചെയ്ത സിനിമകള്, അതില് കുറച്ച് സിനിമകളെങ്കിലും പറയാമോ? പറയാം. ഗപ്പി, പിന്നെ നായകനായിട്ടൊരു പടം അഭിനയിച്ചാണ് ചെക്കൻ എന്ന് പറഞ്ഞിട്ട് 2 വർഷം മുന്നേ ഇറങ്ങിയ ഫെസ്റ്റിവൽ മൂവിയാണോ? ഒരു ഫെസ്റ്റിവൽ മൂവി. പാട്ടുകളൊക്കെ കുറച്ചധികം ശ്രദ്ധിക്കപ്പെട്ടായിരുന്നു. പിന്നെ ചാലക്കുടിക്കാരൻ ചങ്ങാതിൽ കലാഭവൻ മണിച്ചേട്ടൻ്റെ ചെറുപ്പം ചെയ്ത ഞാനാണ്. പിന്നെ എടക്കാട് ബറ്റാലിയൻ, പിന്നെ അടുത്ത് ദുൽഖർ പിടിച്ചത് പ്യാലി എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്, അത് ചെയ്തു. പക്ഷെ കപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് വീണ്ടും ഒരുപാട് കോൾസ് ഒക്കെ ഇപ്പം രണ്ടുപേർക്കും വന്നിട്ടുണ്ടാവുമല്ലോ. കപ്പ് അങ്ങനെയല്ല, സിനിമ കണ്ടിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളും അങ്ങനെയൊക്കെയുള്ളവര് അതുണ്ട്. ഓഫേഴ്സ് ഒന്നും അങ്ങനെ കുറച്ചും കൂടെ ടൈം എടുക്കുമായിരിക്കുമല്ലോ, ആൾക്കാരിലോട്ട് എത്തുന്നല്ലേ ഉള്ളൂ. തിയേറ്ററിൽ എങ്ങനെയുണ്ട് ശരിക്കും പറഞ്ഞാൽ സിനിമ പ്രേക്ഷകരുടെ ഒരു എങ്ങനെയുണ്ട്? പ്രേക്ഷകർ കയറുന്നതും കാണുന്നതും അവരുടെ അഭിപ്രായങ്ങളും നമ്മുടെ സർക്കിളിലുള്ളത് ഉള്ള റെസ്പോൺസ് ഒക്കെ വരുന്നുണ്ടോ? വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ആൾക്കാര്. കുറച്ച് ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പടം കണ്ടിട്ട് ട്രിവാൻഡ്രത്ത് നിന്നൊക്കെ ഇങ്ങനെ വർക്കായി ചിരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ഇത്രയും വർഷത്തെ ഒരു സിനിമ ആഗ്രഹമാണോ ഈ സഞ്ജു ഏട്ടൻ ഈ ഒരു ടീമിലോട്ടൊക്കെ എത്തിയത്? അതെ, നമ്മുടെ ഈ ഒരു ജേർണിയിൽ ഒരുമിച്ച് ഉണ്ടായിരുന്നവരാണ്. ഞാൻ ഫിലിം സ്കൂളിൽ പഠിച്ചപ്പോൾ അവിടെ ചേട്ടൻ സീനിയർ ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അന്നോട്ടുള്ള പരിചയമാണ്. അപ്പോൾ എനിക്കാണെങ്കിലും ഇൻഡസ്ട്രിയിൽ ഇപ്പം നമുക്കൊരു കാര്യം, ഒരു ഡൗട്ട് ചോദിക്കണമെങ്കിൽ, ഇപ്പോൾ ഒരു വർക്ക് വന്നു, അതിൽ ഇങ്ങനൊരു റോളുണ്ട്, ചെയ്യണോ, അങ്ങനെ ചോദിക്കാൻ നമുക്ക് ഒരാൾ വേണമല്ലോ ഇതിനെപ്പറ്റി അറിയുന്ന. അപ്പോൾ എന്നെ സംബന്ധിച്ച് സഞ്ജു ചേട്ടൻ എനിക്ക് അങ്ങനെയാണ്, എൻ്റെ ഒരു മെൻറ്ററാണ്. അപ്പോൾ അന്ന് തൊട്ടേ ഉള്ള കുറേ വർഷത്തെ പരിചയമാണ്. അപ്പോൾ ചേട്ടനും അന്ന് തൊട്ട് സ്ട്രഗിളിങ് ആണ്. ആദ്യം ഒരു പടം ഓണാക്കാൻ നോക്കിയിട്ട് അത് പാതി വഴി പോയി, പിന്നീട് വന്നതാണ് കപ്പ്. അപ്പം അതുപോലെ തന്നെയാണ് വിഷ്ണുവിനെ എനിക്ക് നേരത്തെ സഞ്ജു ചേട്ടൻ പറഞ്ഞിട്ട് അറിയാം, പക്ഷെ കപ്പിന് വന്നിട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അതിന് മുന്നേ കണ്ടിട്ടൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും ഈ ജേർണിയിൽ ഭാഗമാണ്. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു സംഭവം തന്നെയാണ്. സഞ്ജുചേട്ടനായിട്ട് കാർത്തിക് എങ്ങനെയായിരുന്നു കണക്ട് ആയതൊക്കെ? സഞ്ജുചേട്ടൻ ഇങ്ങനെ ഗപ്പി ഇറങ്ങിയതിനു ശേഷം ഗപ്പി കണ്ടിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗപ്പി തിയേറ്ററിൽ ഇറങ്ങിയിട്ട് ഒരു ആരും കണ്ടിട്ടില്ല. അപ്പൊ പിന്നീട് റീ റിലീസ് ഒക്കെ ചെയ്തായിരുന്നല്ലോ. റീ റിലീസ് ചെയ്തായിരുന്നു 1 year കഴിഞ്ഞിട്ട്. DVD ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർ ഗപ്പി കണ്ടത്. തിയേറ്ററിൽ ഇറങ്ങിയ സമയത്ത് നമ്മളെ ഗപ്പിയിൽ വർക്ക് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ച് നമ്മളൊരു പടം ചെയ്തിട്ട് അയ്യോ ആരും കാണാണ്ട് പോണു, നല്ലൊരു പടം ചെയ്തിട്ട് അങ്ങനത്തെ ഒരു വിഷമമാണ്. ആ സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള അപൂർവം മെസ്സേജുകളിലോ ഒരു മെസ്സേജായിരുന്നു സഞ്ജുചേട്ടൻ്റെ പടം കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. അങ്ങനെ ഒരാൾ പറയുമ്പോൾ അത് ഭയങ്കര വലിയ കാര്യമാണ്. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഒന്നുകൂടി സിനിമ കാണുന്നുണ്ട്. പുള്ളി കൊച്ചിയിൽ ഫിലിം സ്കൂളിൽ പഠിക്കുകയാണ്, സിനിമ കാണാൻ കൂടെ വരാമോ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ പടം കാണാൻ പോയതാണ് അങ്ങനെ സഞ്ജുചേട്ടനായിട്ട്. അപ്പോൾ ഞാൻ പുള്ളി മെസ്സേജ് അയക്കുമ്പോഴേ നമ്മൾ ഫേസ്ബുക്കിൽ ഫ്രണ്ട്സ് അല്ല, ഓൾറെഡി ചാറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു സിനിമ ട്രൈ ചെയ്യുന്ന സമയത്ത്, ഗപ്പിക്കൊക്കെ മുന്നേ. അപ്പോൾ ആ ഫോട്ടോ കണ്ടിട്ട് പുള്ളി പണ്ട് എന്തോ ഒരാവശ്യത്തിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു കണക്ഷൻ കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷം ഗപ്പി കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് കുറച്ച് നല്ല പടങ്ങളിൽ നിന്നൊക്കെ അങ്ങനെ വിളി വന്ന സമയത്ത് നമുക്ക് എല്ലാം കൂടി അങ്ങനെ മാനേജ് ചെയ്യണമെന്ന് എടുത്തില്ല. നമുക്കൊരു സിനിമയിൽ നമുക്ക് അങ്ങനെ ആരും അറിയില്ല, ഒരു തീരുമാനം എന്ത് ശരിയായിട്ടുള്ള തീരുമാനം എടുക്കണമെന്നൊന്നും അറിയില്ല. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു വ്യക്തിയുടെ ആവശ്യം ഭയങ്കര അത്യാവശ്യമായിട്ട് വന്ന് നമുക്കൊരു ഉപദേശം ചോദിക്കാനൊക്കെ. അപ്പം അത് ഞാൻ സഞ്ജുചേട്ടൻ്റെ അടുത്താണ് വെച്ചിട്ട് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണം എന്നിങ്ങനെ ചോദിച്ച്
പിന്നെ അഞ്ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചിട്ടാണ് ഞാൻ ഓരോ ഡിസിഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം എൻ്റെ ഈ സിനിമകളൊക്കെ പൊട്ടിയ സമയത്ത് ആൾക്കാരിലേക്ക് ഇതൊന്നും എത്തുന്നില്ലെങ്കിലും സഞ്ജു ചേട്ടൻ ഇതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്, നമ്മുടെ പെർഫോമൻസ് വിലയിരുത്തുന്നുണ്ട്. അപ്പം അങ്ങനെ സാധനം അപ്പം സഞ്ജു ചേട്ടൻ ഒരു പടം ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു സാധനം തന്നു കിട്ടി അങ്ങനെ അവസാനം. ഇപ്പോൾ ഇതിൽ ബേസിലേറിൻ്റെ പറഞ്ഞു, നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ള ബേസിലേറിൻ്റെ കോമഡി ക്യാരക്ടേഴ്സ് ആണ് സ്ക്രീനിൽ വന്നിങ്ങനെ നമ്മളെ ചിരിപ്പിക്കുന്നത്. പക്ഷെ ഇതിൽ നേരെ ഓപ്പോസിറ്റ്, ചിരിപ്പിക്കാത്തൊരു ബേസിലേറിനെ നമ്മൾ കണ്ടു. അത് ഓൺ സ്ക്രീൻ, ഓഫ് സ്ക്രീൻ എങ്ങനെയായിരുന്നു? നിങ്ങൾ രണ്ടുപേർക്കും കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു, അതെങ്ങനെ ഉണ്ടായിരുന്നു? അത് ചിരിപ്പിക്കുന്ന ആള് തന്നെ, ചിരിപ്പിക്കലും കളിയാക്കലും അത് കൂടുതലും ഇവനാണ് കോമ്പിനേഷനുള്ളത്. പക്ഷെ എനിക്ക് കുറച്ച് ദിവസം 2-3 ദിവസം മറ്റേ കല്യാണ സീൻ അങ്ങനത്തെ ഇതൊക്കെയാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. 3 ദിവസത്തോളം നമുക്ക് ഓവർനൈറ്റ് ഷൂട്ടായിരുന്നു. അപ്പൊ എല്ലാരും ഉറക്കം വന്ന് ഭയങ്കര ക്ഷീണമായിട്ടിരിക്കുക. അതിനിടയ്ക്കും ബേസിലായിട്ട് കോമഡി വരും. ബേസിലായിട്ട് നല്ല ഉറക്കം വരുന്നുണ്ട്, പക്ഷെ അതിനിടയ്ക്കും കോമഡിയും കളിയാക്കലും രസമാണ്. നമുക്ക് ബോറടിക്കില്ല. അതുകൊണ്ട് കുറെ നേരം ഇങ്ങനെ പോസ്റ്റായിട്ട് ഇരിക്കേണ്ടി വരില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എല്ലാവരും ഭയങ്കര സംസാരം. മൃണാളിന് ബേസിലേൻ്റെ അടുത്ത് വന്നിട്ട് ചേട്ടൻ്റെ ഒരു പടത്തിലൊരു നല്ല ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് അല്ലല്ല, ചേട്ടന്റെ പടത്തിൽ എനിക്ക് നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ എന്റെ ഭാഗ്യമാണെന്ന് മറ്റോ അങ്ങനെ എന്തോ അല്ലല്ല അങ്ങനല്ല. അപ്പൊ എന്തോ ആയിക്കോട്ടെ, ചേട്ടൻ പറഞ്ഞ നിന്റെ നല്ല ക്യാരക്ടർ ആര് പറഞ്ഞത്? അങ്ങനല്ല. ഞങ്ങള് ആ ഒരു ഫാമിലി ഫോട്ടോ എടുക്കുന്ന ഒരു കണ്ടു. അപ്പൊ അത് നമ്മൾ ഒന്നിച്ച് നിൽക്കുമായിരുന്നു. അപ്പം ബേസിലായിട്ട് എന്നോട് ചോദിച്ചു, ഇന്ന് രാവിലെ മറ്റേ എൻ്റെ അടുത്തുള്ള ഒരു രാവിലെ ഞങ്ങൾക്കൊരു സീൻ ഉണ്ടായിരുന്നു ഒന്നിച്ച്. ഞാൻ ഒരു ഡയലോഗ് പറയുന്നത്, അപ്പോൾ അതില് ഡയലോഗ് ഡെലിവറി നല്ലതായിരുന്നു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരുപാട് സന്തോഷം പറഞ്ഞു. ഇതിനു മുന്നേ അഭിനയിച്ചിട്ടുണ്ട്? ഞാൻ പറഞ്ഞു, ഇതിനു മുന്നേ ഞാൻ ചെറിയ റോളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു നല്ല ക്യാരക്ടർ ചെയ്യുന്നത് ഇപ്പോഴാന്ന് പറഞ്ഞു. അപ്പൊ അതിന് നല്ല ക്യാരക്ടറാണ്. അപ്പൊ അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ കുറെ നേരം മാറി ഇങ്ങനെ ആലോചിച്ച്, ഇതിന് തിരിച്ചൊന്നും പറയാൻ പറ്റിയില്ലല്ലോ. അന്നേരം എനിക്കൊന്നും മറുപടി ഒന്നും സ്റ്റക്കായി പോയി. കുറച്ച് കഴിഞ്ഞ് ഞാൻ ആലോചിച്ചിട്ട്, ചേട്ടാ എന്താ? ഞാൻ ചേട്ടൻ മുമ്പേ പറഞ്ഞില്ലേ ഇതത്ര നല്ല ക്യാരക്ടർ അല്ലെന്ന്, എന്നാ പിന്നെ നല്ല ക്യാരക്ടർ ചേട്ടൻ വന്നൂടെ? അപ്പൊ അവള് ഓക്കേ ചാൻസ് ചോദിച്ചല്ലേ. എന്നിട്ട് തരുമോ ചാൻസ്? അറിയില്ല, ചേട്ടനത് അപ്പൊ തന്നെ മറന്നു. ഒരു ഹോപ്പ് തന്നിട്ടില്ലേ? ഇല്ല. കഥ ചോദിച്ചില്ലേ? ചാൻസ് ചോദിച്ചില്ലേ? ഇല്ല. ഒരു ചേട്ടൻ വേഷമൊക്കെ ചെയ്യുമ്പോ ഇപ്പൊ ചോദിക്കാൻ പറ്റിയൊരു ചാൻസ് അല്ലേ ഇതൊക്കെ? അങ്ങനെ പെട്ടെന്ന് കയറി മുട്ടാനുള്ളൊരു നമ്മുടെ പ്രശ്നമായിരിക്കാം, കോണ്ടാക്ട് നിലനിർത്താൻ പറ്റാത്ത. നിങ്ങൾ തമ്മിലുള്ള ഇമോഷണൽ സീനൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അതിന്റെ ഓഫ് സ്ക്രീൻ, നമുക്ക് ബേസിലായിട്ടുള്ള ഓഫ് സ്ക്രീൻ അറിയാനാണ് പ്രേക്ഷകർക്ക് കൂടുതൽ ഇഷ്ടം. ബേസിലായിട്ടാണ് ഈ പറഞ്ഞ വർക്ക് ചെയ്യുമ്പോഴേക്കും എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇതാ, അതായത് നമുക്ക് പറ്റത്തില്ല. അതായത് നെഗറ്റീവായിട്ടല്ല പറയണേ, ഇനി ചിരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പം നമ്മുടെ പുള്ളിയുടെ സജഷനിൽ നമ്മുടെ ക്ലോസ് വെക്കുകയാണെങ്കിൽ പുള്ളി മുഖത്ത് നോക്കി റോസ്റ്റ് കാണിച്ചോണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ടായിരിക്കും ഡയലോഗ് പറയുന്നത്. ഒന്നാമത്തെ പുള്ളിയായിട്ടുള്ള എല്ലാം ഓൾമോസ്റ്റ് എല്ലാം സീരിയസ് ആയിട്ടുള്ള സാധനം. അപ്പോൾ സീരിയസ് ആയിട്ടുള്ള സാധനത്തിന് കോമഡി ഉള്ള സാധനങ്ങൾ നമുക്ക് ചിരി വന്നതൊക്കെ അതില്ല. അപ്പോൾ നമുക്ക് ഇരുന്ന് ചിരിക്കാൻ പറ്റില്ല. പക്ഷെ ബേസിലായിട്ട് നോക്കി നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കും, അങ്ങനെ ഒരു എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും അങ്ങനെ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പെർട്ടിക്കുലർ സീൻ ഉണ്ടല്ലോ, ഞാനും ബേസിലായിട്ടും കൂടെയുള്ള ഒരു ഇമോഷണൽ സാധനം. ഞാൻ ഇരിക്കുകയാണ് കട്ടില്, ബേസിലായിട്ട് നിൽക്കുകയാണ് ആ സീനില്. ഞാൻ അവിടെ കട്ടിലിൽ പോയി ഇരുന്നിട്ട് നേരെ നോക്കിയിട്ടില്ല. എനിക്ക് നോക്കാൻ പേടിയാ, അതായത് നോക്കിയാൽ ചിരിച്ചാലോ സാധനം മൊത്തത്തിലുള്ള മൂഡ് മാറിപ്പോകും. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റാണ്ടായ പിന്നെ പ്രശ്നമല്ലേ. ഞാൻ ആ പുള്ളിയുടെ മുഖത്തേക്കേ നോക്കിയിട്ടില്ല. ഡയലോഗ് പറയുന്ന സമയത്ത് ഐ കോണ്ടാക്ട് കൊടുക്കേണ്ട നേരത്ത് തല പൊക്കി നോക്കും, ഫുൾ താഴെ നോക്കിയിരിക്കും. കട്ടി വിളിച്ചാലും താഴെ നോക്കിയിരിക്കും, മൈൻഡ് ചെയ്യില്ല. എത്ര ടേക്ക് പോയായിരുന്നു സീൻ? അത് അധികം പോയിട്ടില്ല, അതൊരു 1-2 ടേക്ക്. ഫോക്കസ് ഔട്ട് കുറച്ച് പ്രശ്നം. അല്ല അങ്ങനെയല്ല, അല്ല എനിക്ക് കുറച്ചും കൂടെ ഇമോഷണൽ സീൻസുകൾ ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. എന്റെ കോമഡി സീൻസ് ഒക്കെ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ടേക്ക് വരും. സാധാരണ തിരിച്ചല്ലേ വരാ? നോർമലി ഇമോഷണൽ സീൻ ചെയ്യുമ്പോൾ കോമഡി ചെയ്യാൻ പാടാണ്, ഉറപ്പായിട്ടും അത് പാടാണല്ല എന്നല്ല. നമ്മള് ടേക്ക് എടുക്കുമ്പം ഇമോഷണൽസ് നമുക്ക് ഇമോഷണൽ ആവുന്നല്ലേ, കുറച്ചുകൂടെ മുഖത്ത് ഇത് വരട്ടെ എന്നൊക്കെ പറഞ്ഞു. ചിലപ്പോ ഞാൻ ചിലപ്പോ അതിങ്ങനെ ചെയ്ത് ഇത് ചെയ്തിട്ടുള്ള ഇപ്പൊ ഈ പറഞ്ഞ കുറെ സിനിമകളിലും ഇമോഷണൽ ട്രാക്ക് തന്നെ ആയിരുന്നു ഫുൾ? രണ്ടുണ്ട്, ഇമോഷണൽ സാധനങ്ങളാണ്. ഏറ്റവും ലാസ്റ്റ് ചെയ്തതൊക്കെ മൊത്തം അങ്ങനെ ആയിരിക്കും. ഇപ്പൊ കപ്പ് കണ്ടിട്ട് ഒരുപാട് അവസരങ്ങൾ വരട്ടെ എന്ന് തന്നെ പറയാണ്. ഇപ്പൊ ഈ മലയാളത്തിൽ എനിക്കൊന്നും ബാഡ്മിന്റൺ ബേസ് ചെയ്തിട്ടുള്ള സിനിമകൾ
ഇല്ല, വന്നിട്ടില്ല. അപ്പം നിങ്ങളുടെ ഒരു സ്വപ്നമാണ് ഇപ്പം യാഥാർത്ഥ്യമായിരിക്കുന്നത്. അപ്പം ആ ഒരു രീതിയിൽ തന്നെ തുടക്കക്കാർ എന്നുള്ള രീതിയിലും, തുടക്കക്കാരെന്ന് പക്ഷെ പറയാനും പറ്റില്ല, കുറച്ച് വർഷങ്ങളായിട്ട് സിനിമയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. രക്ഷപ്പെടാണ്ട് പോയ ആൾക്കാർ, രക്ഷപ്പെടാതെ പോയെന്ന് പറയാൻ പറ്റില്ല, രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ. എല്ലാ ആക്ടേഴ്സിനും ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ഉണ്ടാവില്ല. ഇപ്പൊ സൂപ്പർ സ്റ്റാറുകൾ വരെ, മമ്മൂക്ക വരെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് സിനിമയിലേക്ക് എത്തിയത്. അതൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ അല്ലേ. ഞാൻ ചോദിച്ചത് ഇപ്പൊ പ്രേക്ഷകരോടായിട്ട് എന്തായിരിക്കും പറയാനുള്ളത്? ലാസ്റ്റ് പറഞ്ഞു നിർത്തിയെടുത്തുനിന്ന് കപ്പ് ഒരു ബാഡ്മിൻ്റൺ സിനിമയാണ്. അപ്പം അത് നിങ്ങൾക്ക് എന്തായാലും ഒരു ഫ്രഷ് ഫീൽ തരും എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഗ്യാരണ്ടിയാണ്. കാരണം ബാഡ്മിൻ്റൻ്റെ റൂൾസ് എങ്ങനെയാണ് ആ ഗെയിം പോകുന്നത്, എങ്ങനെയാണ് ഒരു ഡിസ്ട്രിക്ട് ലെവലിലേക്കും ഒരു സബ് ഡിസ്ട്രിക്ട് പരിപാടിയിലേക്കൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടികൾ. നമ്മൾ ഫുട്ബോൾ കണ്ടിട്ടുണ്ട്, ക്രിക്കറ്റ് കണ്ടിട്ടുണ്ട്. ബാഡ്മിൻ്റൻ്റെ പരിപാടി എങ്ങനെയാണെന്നൊരു പബ്ലിക്കിലേക്ക് അധികം പ്ലേയേഴ്സിനെ സംബന്ധിച്ച് അത് അറിയായിരിക്കും. അപ്പോൾ കപ്പ് അങ്ങനത്തെ രീതിയിലൊരു പുതിയ പരിപാടി തരും. പക്ഷെ അതൊരു ടോട്ടൽ ഔട്ട് ആൻഡ് ഔട്ട് സ്പോർട്സ് പടം അല്ല. കപ്പ് ഒരു സ്പോർട്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ബാഡ്മിൻ്റൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കഥ പറയുന്ന ഒരു ഇമോഷണൽ ഡ്രാമയാണ്. അതാണ് ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞത്. ഫാമിലി ഓഡിയൻസിനാണ് സിനിമ കുറച്ചും കൂടി കണക്റ്റ് ആവുന്നത്. ഒരു ചേട്ടൻ അനിയൻ ബന്ധം, ഒരു അച്ഛൻ മകൻ പരിപാടി, നല്ലൊരു പ്രണയം, അങ്ങനത്തെ പരിപാടിയൊക്കെ, അങ്ങനത്തെ കുറച്ച് ട്രാക്കുകളും കൂടി കപ്പിലുണ്ട്. എന്തായാലും ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പ്രേക്ഷകർ എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യുന്ന പടമായിരിക്കും കപ്പ്. പ്ലീസ്, ബേസിലേട്ടനും മാത്യു, ഗുരു, സോമസുന്ദരം, മിന്നൽ മുരളി കഴിഞ്ഞിട്ട് ബേസിലേട്ടനും ഗുരു സോമസുന്ദരം ഒരുമിച്ചുള്ള സിനിമയാണ്. പിന്നെ നമിത പ്രമോദ്, ഇവരൊക്കെ ഉള്ള പടമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കണ്ടു നോക്കാനുള്ള സാധനം എന്തായാലും ഉണ്ട്. നമ്മളെ കണ്ടോണ്ട് പടം കാണാൻ നമ്മൾ പറയില്ല, ഇവരൊക്കെ കണ്ടോണ്ട് നിങ്ങൾ പടം കാണാൻ വരും. പ്രേക്ഷകരോട് എന്ത് പറയുന്നു? അത് തന്നെ, ലൈക്ക് കുറെ നാളത്തെ കാത്തിരിപ്പാണ്. പിന്നെ നമുക്ക് ഇമോഷണലി ഇത് ഭയങ്കര കണക്റ്റ് ആവുന്ന ഒരു സിനിമയാണ്. സ്പോർട്സ് മാത്രം പ്രതീക്ഷിച്ച് കാണാനും പറ്റില്ല. അങ്ങനെ ഒരു സ്പോർട്സിന്റെ സ്പിരിറ്റ് തരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല. മെയിനായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫാമിലി, ഫ്രണ്ട്ഷിപ്പ്, അതിൻ്റെ ഒരു കഥയാണ്. അതിലൊരു ബാക്ക്ഗ്രൗണ്ട് ആവുന്നതേ ഉള്ളൂ ബാഡ്മിൻ്റൺ. സോ ഒരു മനുഷ്യൻ എങ്ങനെയാണ് വേറൊരു മനുഷ്യന് സപ്പോർട്ടായി നിൽക്കുക, അതാണ് സിനിമയുടെ ഒരു ബേസിക്സ് ആണ്. അതിനകത്ത് സ്പോർട്സ് ഒരു എലമെന്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു ചേട്ടൻ അനിയൻ പരിപാടിയൊക്കെ പറഞ്ഞത് എങ്ങനെയാണ് അയാൾക്കൊരു താങ്ങായിട്ട് നിൽക്കുക, അനിയൻ എങ്ങനെയാണ് ചേട്ടൻ, അല്ലെങ്കിൽ ചേട്ടൻ എങ്ങനെയാണ് അനിയൻ, അതാണ് സ്പോർട്സിന്റെ കാര്യത്തിൽ. ഒരു കൂട്ടുകാരനെ എങ്ങനെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് നിൽക്കുക, നമ്മുടെ ഡ്രീമിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അതെന്താണെന്നാണ് അതിനെയാണ് സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നത്. അത് കണക്ട് ചെയ്യാൻ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ലേ. ഒരു സ്വപ്നമുള്ള ആൾക്കാർക്കൊക്കെ എന്തായാലും സിനിമ കണക്ട് ആവും. ഇവളുടെ ചായ ഇടുന്ന കഥ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, അതറിയോ? ആ കഥ കേട്ടിട്ടുണ്ട്? ഇല്ല. ഏതെങ്കിലും സീനില് സ്വന്തമായിട്ട് ചായ ഇട്ടിട്ടുണ്ടോ? ഇല്ല. ടീം തന്നെ ഇട്ട് തരല്ലേ ചായ? പഠിച്ചോ? ചായ ഇടാൻ പഠിച്ചോ? അതൊക്കെ എനിക്കറിയാം. പണ്ട് ചായ ഇട്ടൊരു കഥ ഉണ്ട്. പണ്ട് പറയുമ്പോ ഒരു 4 കൊല്ലം മുന്നേ, അല്ല 3 കൊല്ലം മുന്നേ ചായ ഇടാൻ പറഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് പേർക്ക് കട്ടൻ ചായ ഇടാൻ പറഞ്ഞു. അത് കുറെ പേരുണ്ടായിരുന്നു. അത് കുറെ പേരല്ല, ഒരു 5 പേരൊക്കെ ഉണ്ടാവും. 10 പേര് ഇല്ല, 5 പേര്. ഈ 5 പേർക്കുള്ള ചായ ഇടാനായിട്ട് 5 ഗ്ലാസ് വെള്ളം നമ്മൾ വെക്കല്ലോ, കട്ടൻ ചായ 5 ഗ്ലാസ് വെള്ളം വെച്ചു. അതിനിടേണ്ട ഒരു നമ്മൾ പാകത്തിനുള്ള ഒരു മധുരവും മറ്റേ തേയിലയും ഒക്കെ ഉണ്ടല്ലോ. ഈ പൊടിയുള്ള 5 ഗ്ലാസ് വെള്ളത്തിന് ഒരു 3 സ്പൂൺ തേയില കഴിഞ്ഞിട്ട് ഫുൾ സ്പൂണ്. അപ്പൊ അതിന്റെ കളർ വല്ലാത്ത സ്ട്രോങ് ആയി പോയി. എന്നിട്ട് എനിക്കിപ്പോ ഈ കപ്പില് ഇവള് ചായയാണ് മെയിനെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ കോമഡി ആയിരിക്കുമല്ലോ ചായ. എനിക്ക് ചായ കണ്ടപ്പോഴത്തേക്കിന് ഞാൻ അന്നത്തെ ആ നള്ളിയുടെ ആ ചായ ഈ ആ കഥ അറിയാവുന്നവർക്ക് ഇത് കുറച്ചും കൂടെ ഒരു കോമഡി ആയിരിക്കും. എന്നിട്ട് ആ ചായ നമ്മൾ യൂസ് ചെയ്തില്ല, അത് അങ്ങനെ പോട്ട് കളഞ്ഞു. ചായ കുടിക്കുന്നുണ്ടായിരുന്നു, കുറെ പേർക്ക് ചായ കൊടുത്തു. ഇപ്പം ആരും കുടിച്ചില്ല. ഈ അച്ഛന്റെ കോംബോ ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. ഗുരു സോമസുന്ദരമായിട്ടുള്ള ഒരു അച്ഛൻ മകൾ കോംബോ എങ്ങനെയാണ്? എനിക്ക് കൂടുതലും കോമ്പിനേഷൻ ഗുരുസാറിന്റെ കൂടെ ആയിരുന്നു. അയ്യോ, നല്ല ആളാണ് പേഴ്സണലി. ആസ് ആൻ ആക്ടറും അടിപൊളിയാണ്. അല്ലാതാണെങ്കിലും നമ്മള് ഓരോ ഷൂട്ട് മുമ്പ് സാറാണെങ്കിൽ ഡയലോഗ്സ് ഇങ്ങനെ പഠിക്കും, നല്ലോണം അതിനുവേണ്ടി വർക്ക് ചെയ്യും. നമ്മൾ ചിലപ്പം ഷോട്ട് എടുക്കുന്നതിന് മുന്നേ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ സാറിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ അടുത്തും ചോദിക്കും എന്തെങ്കിലും അഭിപ്രായം, ഇതിങ്ങനെയാണോ പറയുന്നത്. കാരണം സാറിന് മലയാളം അത്ര ഫ്ലുവൻ്റ് അല്ലാത്തതുകൊണ്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒന്ന് ചോദിക്കും, ഈ വാക്ക് ഇങ്ങനെ പറയാവോ, അങ്ങനെ. അത് നല്ലോണം ഈസി ആയിരുന്നു. ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്താണ് ചെയ്തത്.
പിന്നെ സാർ അപ്രീഷിയേറ്റും ചെയ്യും. നമ്മള് എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സാർ ഇങ്ങനെ പറയും നല്ലത് കണ്ടേ. അതൊരു നല്ല ക്വാളിറ്റി ഭയങ്കര അപ്രീസിയേഷൻ. അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതായത് അപ്പൊ ഒന്നുകൂടെ നന്നാക്കാൻ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടും. സാർ അങ്ങനെയൊക്കെ പറയായിരുന്നു. നല്ല അടിപൊളിയാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. കപ്പ് പ്രേക്ഷകരെല്ലാം ഏറ്റെടുത്ത് കഴിഞ്ഞു. ഞാൻ 2 തവണ കണ്ടു. എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. 2 തവണ കണ്ടു. എനിക്ക് കണക്ട് ആയി, ഇമോഷണലി കണക്ട് ആവുന്നുണ്ടല്ലോ. പിന്നെ എനിക്ക് മൃണാളിനെ ത്രൂ തന്നെ എനിക്ക് നിങ്ങൾ പലരും എനിക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ എല്ലാവരും പേഴ്സണലി ഒരുപാട് അടുപ്പം തോന്നി. എല്ലാവരും ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ ഉണ്ടായ ഒരു സന്തോഷവും, സിനിമ മാത്രം നോക്കുകയാണെങ്കിലും കുടുംബ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഈ പറഞ്ഞ സ്പോർട്സ് മാത്രമല്ല ഫാമിലി ഓഡിയൻസിനും എല്ലാ രീതിയിലും കണക്ട് ആവുന്ന, നമുക്ക് ഇമോഷൻസ് കണക്ട് ആവുന്ന ഒരു നല്ല സിനിമ എന്നുള്ളതാണ്. അപ്പം കപ്പ് ഇനിയും വലിയ വിജയമാവട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. ആൻഡ് ഇതിലൂടെ നിങ്ങൾക്കും ഇനി ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ എന്നും ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനിയും കാണാം.